ഹലോ, ഞാൻ സുനി സജി, രേവതി ബ്യൂട്ടി പാർലർ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മാറ്റുക ഓപ്പോസിറ്റ് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വനന്മയുണ്ടാകട്ടെ. സന്തോഷകരമായ അവധി ദിവസങ്ങളൊക്കെ വരട്ടെ. ക്രിസ്മസ് ആഘോഷങ്ങളും ന്യൂ ഇയർ ആഘോഷവും അത് കഴിഞ്ഞു എപ്പോഴും കല്യാണങ്ങളും ആഘോഷങ്ങളും അല്ലേ. നമുക്ക് ഡിസംബർ ലാസ്റ്റ് മുതൽ ആഘോഷം തുടങ്ങിയാൽ പിന്നെ ഫെബ്രുവരി പകുതി വരെ നമുക്ക് ആഘോഷങ്ങളല്ലേ. അപ്പോൾ ആഘോഷങ്ങൾക്ക് ദൈവകൃപയാൽ അതിൻ്റെ ശരിക്കും ഒരു ആത്മീയ അർത്ഥവും കൂടെ ഇങ്ങനെ യേശുവിനെ പറ്റി പഠിക്കുക. ഞാനൊക്കെ ഇങ്ങനെ ആർന്നു ഓർഡിനറി ആർന്നു. യേശു എല്ലാ വർഷവും ജനിക്കണില്ല, എല്ലാ വർഷവും മരിക്കണമില്ല. യേശു നമ്മുടെ ഉള്ളിൽ ജനിക്കാനാണ് പിതാവായ ദൈവം ആഗ്രഹിക്കണേ. പുത്രൻ്റെ സ്വഭാവമുള്ള അതേ മക്കള്, ദൈവമക്കള്. യേശുമ്പുരാൻ രണ്ടാമത് വരുമ്പോൾ നമ്മെ കാണുമ്പോൾ താൻ ഇരിക്കുന്ന പോലെ തന്നെ കാണുമെന്നല്ലേ പറയണേ. യേശുമ്പുരാനിനെ പോലെ തന്നെ കാണുമെന്ന്. അതിനാണ് പരിശുദ്ധാത്മാവിനെ തന്നേക്കണേ. ആ പരിശുദ്ധാത്മാവ് നമ്മളെ കാണാൻ യേശുവിൻ്റെ ദിവ്യ സ്വഭാവം ഇത് ഇങ്ങനെ ആർക്കും ഒരു മതത്തിന് വേറെ ഒരു മതവും യേശുവിനെ കുറ്റം പറയില്ല കേട്ടോ. അങ്ങനെ യേശു ദൈവമാണെന്ന് അംഗീകരിക്കാത്തവർ പോലും പറയും യേശു നല്ല മനുഷ്യനാണ്, യേശു നല്ല കമ്മ്യൂണിസ്റ്റുകാരനാണ്, യേശു ഇങ്ങനെയൊക്കെ പറയും. ഇങ്ങനെ മതം ദൈവം ഇല്ലെന്ന് പറയുന്നവർ പോലും യേശുവിനെ പൊക്കിയേ പറയുള്ളൂ. യേശുവിനെ കുറ്റം പറയാൻ ആർക്കും സാധിക്കാറില്ല. ഒരു വാക്ക് പോലും യേശു ചെയ്ത പ്രവൃത്തികൾക്കോ യേശു പറഞ്ഞ വചനത്തിനോ എതിനായിട്ട് സംസാരിക്കാൻ ആർക്കും സാധിക്കാറില്ല. അപ്പോൾ അതാണ് യേശുക്രിസ്തു ലോകത്തിൻ്റെ നമ്മുടെ മഹാ അത്ഭുതമായിട്ട് നിൽക്കുന്നത്, നമ്മുടെ ലോകത്തിൻ്റെ ചരിത്ര പുരുഷനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഫേസ്ബുക്കിൽ കാണുവാട്ടെ, പുള്ളി ഇങ്ങനെ ദൈവം ഇല്ലെന്നൊക്കെ എപ്പോഴും വാദിക്കുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളി ഇങ്ങനെ ഇട്ടേക്കണ കണ്ടു, യേശു പറയണില്ലേ, ഈ വേറൊരു മതക്കാരോട് പറഞ്ഞാൽ ഈ യേശു പറയണില്ലേ നിൻ്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കാൻ, അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് നിങ്ങളുടെ മതത്തിൽ, നിങ്ങളുടെ മതത്തിൻ്റെ പുസ്തകത്തിലുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ യേശു പറഞ്ഞതെല്ലാം പിതാവായ ദൈവം യേശുവിൽ കൂടി നമ്മളെ അറിയിച്ചതാണ്. പിതാവിൽ നിന്ന് പിതാവിലേക്ക് നമുക്ക് ആ നിത്യജീവനിലേക്ക് ചെല്ലാനുള്ള വഴി യേശു മാത്രമാണ് ഈ ലോകത്തിൽ ദൈവത്തിയിട്ട് ചെല്ലാനുള്ള വഴി പറഞ്ഞു തന്നിട്ടുള്ളൂ. അപ്പം മതത്തിൽ യേശുവിനെ കൊള്ളിക്കാണ്ട് യേശു ഞങ്ങളുടെ എല്ലാവരുടെയും ലോകത്തിൻ്റെ ചരിത്ര പുരുഷനാണ്. ആ ചരിത്ര പുരുഷനെ പഠിക്കാൻ ദൈവകൃപയാൽ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. വിശ്വസിക്കുക, അതാണ് യേശുമ്പുരാൻ തന്നെ പറഞ്ഞേക്കണത്. നിങ്ങൾ സംശയിക്കാതെ, മത്തായി 21:21 പറയുക, സംശയിക്കാതെ വിശ്വാസമുള്ളവരായി ഈ അത്തിയോട് ചെയ്ത് നിങ്ങളും ചെയ്യുമെന്ന് മാത്രമല്ല ഈ മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോകുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ യേശു ദൈവമാണെന്ന് വിശ്വസിച്ച് നമ്മൾ എന്ത് യാചിച്ചാലും, എൻ്റെ ജീവിതത്തിൽ അങ്ങനെയാട്ടോ. നിങ്ങൾ യേശുവിനെ ഒരു കൂട്ടുകാരനായിട്ടോ ദൈവമായിട്ടോ നിങ്ങൾ മതം നോക്കാണ്ട് ഒന്ന് പ്രാർത്ഥിച്ചോ അല്ലെങ്കിൽ ഒന്ന് സംസാരിച്ച് നോക്കാവോ, നമ്മുടെ ജീവിതം ആൾ മാറിയ പോലെയാവും. അപ്പോൾ ആ യേശുവിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ കാണട്ടെ. ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ ബ്യൂട്ടി പാർലർ, നമുക്ക് ആദ്യം ഓഫറിൻ്റെ കാര്യം പറയട്ടെ. 25% ഡിസ്കൗണ്ട് ഉണ്ട് ഫേഷ്യലിനൊക്കെ. ഇപ്പം എല്ലാവരും ലക്ഷറി ഫേഷ്യൽ ചെയ്യുക കേട്ടോ. അതിൻ്റെ കുറേ വരുത്തി തരണം, അത് ബോംബെ എന്നാണ് വരുത്തണേ. അപ്പോൾ ഒത്തിരി വരുത്തുമായിരുന്നു, അതിപ്പോൾ തീരാറായി. അപ്പോൾ ലക്ഷറി ഫേഷ്യലൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ സ്കിന്നിന് എന്ത് ചേഞ്ച് വരുമെന്ന് അറിയാമോ ലക്ഷറി ഫേഷ്യൽ. അപ്പോൾ അതിനെല്ലാം 25% ഉണ്ട്. എല്ലാത്തിനും മുടിയുടെ ട്രീറ്റ്മെൻറ്റ് മാത്രം 50% ഉണ്ട്. അപ്പോൾ ബ്യൂട്ടി പാർലർ വരിക, ഓഫറൊക്കെ ആസ്വദിക്കുക. അപ്പോൾ മുടി കരാട്ടിനൊക്കെ ഇപ്പോൾ ചെയ്യാൻ പോരെ. നമുക്ക് എപ്പോഴും ഫങ്ഷന് ഒരാഴ്ച മുമ്പല്ല, 2 ആഴ്ച മുമ്പ് ഇന്നേരം മസ്റ്റായിട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വന്ന് മുടിയുടെ നമ്മൾ കരാട്ടിനാണ് കൂടുതൽ ചെയ്യുന്നത്. ഹെയർ ലാക്സിങ്ങും ഉണ്ട് കേട്ടോ, എല്ലാത്തിൻ്റെയും ക്രീമുണ്ട്. സ്മൂത്തനിങ് ടെക്നിക്കലി ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുന്നതിനാണ് ഹെയർ ലാക്സിങ്. അപ്പോൾ അതുകൊണ്ട് കരാട്ടിനും ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. കരാട്ടിന് ഓർഗാനിക്കാണ്. അപ്പോൾ വാഷ് ചെയ്യുമ്പോൾ കഴുകി പോകും. ഓർഗാനിക്ക് അപ്പോൾ നാച്ചുറൽ അല്ലേ. അപ്പോൾ എന്നാലും കുറേ ലാസ്റ്റ് ചെയ്യും കേട്ടോ. പണ്ടത്തെ പോലത്തെ അല്ല, ഇപ്പോൾ കുറേ കാലം ഇപ്പോൾ കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിക് ബയോടാൻസ് ചെയ്യണേ, അത് വലിയ ചേഞ്ച് ഒന്നും ഇല്ലാണ്ട് കുറേ കാലം നമുക്ക് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒത്തിരി നല്ല റിസൾട്ടും ആട്ടോ. മുടി ഒന്നും തൊടാണ്ട് ഇങ്ങനെ സോഫ്റ്റായിട്ട് ഭയങ്കര സോഫ്റ്റായി പോകും. അത്ര നല്ലൊരു സുഖം. എനിക്കൊക്കെ ഭയങ്കര ഡ്രൈ കെയർ ആണ്. പിന്നെ നമ്മൾ ഒന്ന് ഫേഷ്യലൊക്കെ ചെയ്യുക, പെഡിക്യൂർ മനിക്യൂർ, ഇതെല്ലാം നമ്മുടെ ഹെൽത്തിന് ഒത്തിരി നല്ലതാണ്. മുഖമൊക്കെ ഞാൻ നാളെ ഫേഷ്യൽ ചെയ്യാണ്ടിരുന്നിട്ട് ഇവിടെ വന്നവരൊക്കെ പറയും ഞാൻ ഡിമ്മായിപ്പോയി, ഓടിപ്പോയി ചെയ്തു, എവരെ നേരം കണ്ടില്ല. അപ്പോൾ അവർക്ക് മനസ്സിലായി ഞാൻ മുങ്ങിയതാണ്.
അപ്പോൾ ഇടയ്ക്ക് വല്ലപ്പോഴും കാണുന്നവർ പറയും മുഖം ചീത്തയായെന്ന് പറഞ്ഞ് ഞാൻ ആ നിമിഷം പോകും പാർലറിട്ട്. തിരക്കിനിടയ്ക്ക് ഇങ്ങനെ ഇപ്പം ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറ്റൂല. മാസത്തിൽ നമ്മൾ 2 പ്രാവശ്യം ഫേഷ്യലൊക്കെ ചെയ്യണം. പിന്നെ സ്പായൊക്കെ ചെയ്താലായിട്ട് മുടി വളരുള്ളൂ. നമ്മളിപ്പോൾ എണ്ണ എന്നൊക്കെ പറഞ്ഞാൽ കറി വെക്കാനാണ്. പണ്ടത്തെ കാലത്ത് ഇങ്ങനെ അതൊന്നും നമുക്ക് ഇല്ലായിരുന്നല്ലോ. സിറമൊക്കെ ഒന്നും നമുക്ക് ഇല്ലായിരുന്നു. ഇപ്പോഴാണെങ്കിൽ നമുക്കതെല്ലാം ഉണ്ട്. പണ്ട് നമുക്ക് കറി വെക്കണ എണ്ണയൊന്നും തേക്കേണ്ട, മുടി ഒതുങ്ങാനൊക്കെ. ഒക്കെ വെളിച്ചെണ്ണയൊക്കെ പോയി നല്ലതാണ്. പക്ഷെ ശരിക്കും അതല്ല തലമുടിക്കൊക്കെ യൂസ് ചെയ്യേണ്ട സാധനം സ്പായും സിറമൊക്കെയാണ്. കാരണം ഇപ്പം എണ്ണയൊക്കെ തേച്ച് ഇങ്ങനെ കുഴഞ്ഞ് അങ്ങനെയൊന്നും ആരും ഇത് പറ്റണമെങ്കിലോ. അപ്പോൾ സ്പാ ചെയ്യുക, അത് മുടിക്ക് ഒത്തിരി നല്ലതാണ്. മുടി വളരും. മുടി ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുന്നവർക്കൊക്കെ സിറം തേക്കുക. അങ്ങനെ മുടിയൊക്കെ ഒരു നമ്മൾ ലോകം മാറുമ്പോൾ നാട് ഓടുമ്പോൾ നടുവ് ഓർമ്മല്ലോ, അപ്ഡേഷനിലേക്ക് വരണ്ടേ. അപ്പോൾ ഇനി നമുക്ക് അതിമനോഹരമായ വീഡിയോസ് കാണാം. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് രേവതി ബ്യൂട്ടി പാർലർ വിസിറ്റ് ചെയ്യൂ. ശരിയെന്ന്. ഈ മോക്കടെ ഹെയർ മേക്കോന്ന് വന്നതാണ്. ഈ മുടി നല്ല മുടിയൊക്കെ ആട്ടോ. പിന്നെ കൊച്ചല്ലേ, മധുര 17 അപ്പോൾ തിളയ്ക്കുന്ന പ്രായമല്ലേ, രക്തം തിളയ്ക്കണേ. ഈ പ്രായത്തിലൊക്കെ ഞാൻ ഓർക്കും ഞങ്ങളുടെ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ചപ്പോൾ ഒന്നും മുടിയില്ലാത്തവരില്ല. ഉള്ളിൽ നിന്ന് ചുമ്മാ അരിവാളിനെ കത്രിക പോലും ഓരോരുത്തരെ വീട്ടിൽ കാണാം. അങ്ങനെ വെട്ടിക്കളഞ്ഞുകൊണ്ടിരുന്ന കാലമാണ്. അപ്പോൾ അത്രയും ഇപ്പം ഇങ്ങനെ മുടി എന്ന് പറഞ്ഞാൽ ആർക്കും തന്നെ ഇല്ല. അപ്പോൾ ഈ മുടി പക്ഷെ ഡ്രൈ ആയി. ഇപ്പോഴത്തെ പിള്ളേരുടെ ഹെൽത്തിൻ്റെ പ്രോബ്ലം ആട്ടോ. മെയിൻ D3 പണ്ടൊക്കെ വെയിലും ഉണ്ടാണ്ട കളിയൊക്കെ അല്ലായിരുന്നു. ഇപ്പോൾ അതൊന്നും കളിക്കാനോ ഒന്നുമില്ലല്ലോ. അപ്പോൾ ആ പോരായ്മ ഇങ്ങനെ ആരോഗ്യ പോരായ്മയാണ്. ചക്ക, മാങ്ങാപ്പഴം, ഹീമോഗ്ലോബിൻ അതൊക്കെ കഴിക്കുമ്പോൾ കൂടുതലും. അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പോൾ ഇങ്ങനെ ഇത് കരാട്ടിനാണ് ചെയ്യാൻ പോണേ. അത് കരാട്ടിൻ നാനോപ്ലാസ്റ്റിയ ആർന്ന് പണ്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ അപ്ഡേഷൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോടാനിക്സ് ആട്ടോ. ഏറ്റവും അപ്ഡേഷൻ ആട്ടോ. നമ്മളെ പണ്ടൊക്കെ ഏറ്റവും അത് ചെയ്തതിൻ്റെ പേര് തോന്നുന്നു. അത് ഭയങ്കര ഫേമസ് ആണ്. അത് കഴിഞ്ഞ് ബോട്ടോസ് ആയിരുന്നു, പിന്നെ നാനോപ്ലാസ്റ്റി ആയി, പിന്നെ ഇത്. അപ്പോൾ ഇതിൽ ഇനി അടുത്തത് ഇതിൻ്റെ വലിയത് വന്നാൽ നമ്മൾ അതും ചെയ്യും കേട്ടോ. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ ഇതിൻ്റെ അതിമനോഹരമാകുന്ന കാഴ്ച, പരസ്യത്തിന് വെല്ലണ കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യും. കൊച്ചെ ഒന്നാതെ പഠിക്കാൻ പോവുക. അപ്പോൾ കൊച്ചിന് അത് കെയറിങ് ഒത്തിരി അനുഗ്രഹമായിരിക്കും. പിന്നെ മുടിയും ചീപ്പറക്കൊന്നും നടക്കണ്ട. അതൊരു വലിയ അനുഗ്രഹമായിട്ട്. ഇത് ചെയ്തിട്ട് പിന്നെ ചെയ്യാണ്ടേ പറ്റൂല. നമുക്കിങ്ങനെ ഒരു ഇതിലൊക്കെ ഭയങ്കര ലുക്കും വരും. നമുക്കിങ്ങനെ നോക്കുമ്പോൾ മിററിലൊക്കെ ഒരു ഭയങ്കര സ്റ്റൈലിഷ് ലുക്ക്. 70% നമ്മുടെ മേക്കപ്പ് കറക്റ്റാവും. പിന്നെ ഇച്ചിരി ലിപ്സ്റ്റിക്ക് ഇട്ടൊന്ന് കണ്ടു കഴിഞ്ഞാൽ മേക്കപ്പ് ഞാനിപ്പോൾ അങ്ങനെ കേട്ടോ, ഫൗണ്ടേഷൻ പോലും ഇടാറില്ല. അപ്പോൾ ഓക്കെ ആവും. അപ്പോൾ റിസൾട്ട് കാണാൻ വെയിറ്റ് ചെയ്യൂ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ പരസ്യത്തിന് വെല്ലണം പോലെ ആവുമെന്ന്. അടിപൊളിയായില്ലേ, കണ്ടാൽ നാച്ചുറലായിട്ട് തന്നെയല്ലേ തോന്നണേ. ഭയങ്കര സോഫ്റ്റായി. ഇപ്പോൾ ഫ്രഷ്നെസ് ഇല്ല, ഇങ്ങനെ ഒഴുകി കിടക്കും. അടിപൊളിയായിട്ടില്ലേ നോക്കി. ഇങ്ങനെ പരസ്യത്തിൽ കിടക്കണം പോലെ നിങ്ങളുടെ മുടിയാവും കേട്ടോ. അപ്പോൾ വന്ന് ഇത് കരാട്ടിന ചെയ്തേക്കണേ. കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോടാനിക്സ്. കരാട്ടിനാണ് നല്ലത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ കിടന്നോളും. അത് ഒത്തിരി ലാസ്റ്റ് ചെയ്യൂട്ടോ. ഏത് ചെയ്താലും തലേന്ന് കിളുത്ത് വരുന്നത് നോർമലായി വരുള്ളൂ. അതൊരു 5-8 മാസമൊക്കെ ആകുമ്പോൾ ഇവിടെ വരെ നോർമൽ വരും. പിന്നെ ഈ മോളൊക്കെ പുറത്തോട്ട് പോയി നാട്ടിൽ വരുമ്പോൾ ഇവിടെ വരുമ്പോൾ കരാട്ടിൻ ചെയ്താൽ മതി. അതുവരെ ആഫ്റ്റർ കെയർ ഒക്കെ കറക്റ്റ് യൂസ് ചെയ്താൽ വലിയ കുഴപ്പമില്ലാണ്ട് മുടി സോഫ്റ്റ് ആയിട്ടിരുന്നോളൂ. പിന്നെ കരാട്ടിനാകുമ്പോൾ വലിയ ഡിഫറൻസ് തോന്നൂല തലേന്ന് കിളുത്ത് വരുന്നത്. ഇതുകൂടെ മറ്റേ സ്മൂത്തനിങ്ങിനേക്കാൾ ഇച്ചിരി ഡിഫറൻസ് വ്യത്യാസം വരും. പക്ഷെ വ്യത്യാസം എപ്പോഴും വരും കേട്ടോ. പൊട്ടിയ മുടിയൊക്കെ നമ്മുടെ നാച്ചുറൽ മുടി ഇങ്ങനെ നമ്മൾ ഫുഡും വിറ്റാമിൻ ഗുളികകളും ഒക്കെ കഴിച്ചാൽ പൊട്ടൽ കുറയുകയും ചെയ്യും. D3 എടുക്കുകയൊക്കെ ചെയ്താൽ. അപ്പോൾ മോളെ ഇഷ്ടപ്പെട്ട മോളെ ഇഷ്ടപ്പെട്ടു എന്നാട്ടോ പറഞ്ഞത്. കേൾക്കാൻ പാടുള്ളൂ നിങ്ങൾക്ക്. അപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ മുടി ചെയ്യാൻ പോലെ. അപ്പോൾ അതീവ മനോഹരമായിട്ട് മുടി ഇങ്ങനെ കിട്ടിക്കോളും. കൊച്ചിന് മുടി ഭയങ്കര നീളത്തിലുണ്ടാകുന്ന കൊച്ചിന് ഡൊണേറ്റ് ചെയ്തതാണ്. നല്ല മനസ്സുള്ള കൊച്ചൊക്കെയാണ്. അപ്പോൾ പിന്നെ നീളമൊക്കെ ഇത് മതി. എന്തിനാ ഇങ്ങനെ കെട്ടാൻ സൗകര്യമുണ്ട്. ഒത്തിരി നീട്ടണേക്കാളും നല്ലത് ഉള്ള മുടി നല്ല ഗ്ലാമറിൽ ഇങ്ങനെ ആണെങ്കിൽ മെയിൻ്റനൻസ് ഒക്കെ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഈ മാസം ക്രിസ്മസ് ഓഫർ എല്ലാത്തിനും നമുക്ക് 25% ഉണ്ട്. ഹെയർ ട്രീറ്റ്മെൻറ്റിന് 15% ഉണ്ട്. നിങ്ങൾ പെട്ടെന്ന് രേവതി ബ്യൂട്ടി പാർലർ വിസിറ്റ് ചെയ്യുക. അപ്പോൾ ഓഫറും കിട്ടും. എല്ലാം ഒന്ന് സുന്ദരി ആവുകയും ചെയ്യാം.
അപ്പോൾ ശരി എന്നാൽ അപ്പോൾ പെട്ടെന്ന് പോരെ. ഹലോ, ഇന്ന് സോന കഴിഞ്ഞ ദിവസം നമ്മുടെ കല്യാണത്തിന് എല്ലാം ഇട്ടില്ലേ, ഫോട്ടോ ഒക്കെ ഇട്ടില്ലേ ഒരുക്കത്തിൻ്റെ ഒക്കെ. ഇന്ന് ഇവര് വേറെ ഒരു റിലേറ്റീവിൻ്റെ കല്യാണത്തിന് ഒരുങ്ങാൻ ദിവസം രൂപ കാണട്ടെ ഒരുങ്ങിയത് കാണട്ടെ. സാരി ഉടുക്കാനൊക്കെ ഇവിടെ വന്നല്ലോ. അന്ന് സാരി ഉടുത്ത് ഒരുങ്ങിയപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ട കാരണം സാരി ഉടുക്കാൻ കൂടി വന്നേക്കുന്നതാണ്. സാരി ഉടുത്ത് ലൈറ്റായിട്ടൊരു മേക്കപ്പിന് ഇത് നമ്മുടെ മാലയൊക്കെ ഇട്ടേക്കണേ. ഇത് കണ്ടോ, ഇതിൻ്റെ ഞാൻ കാണിച്ചുള്ളത് കണ്ടോ, സിമ്പിളായിട്ട് ജസ്റ്റ് ഒരു ഇത് കണ്ടോ, നല്ല ഗ്രാൻഡ് ലുക്കല്ലേ നോക്കി ഇത്. അപ്പോൾ ഈ മാലയുടെ ഒരു വീഡിയോ കൂടെ പിടിക്കാമല്ലോ ഓർത്തോണ്ടാണ് നമ്മുടെ. അപ്പോൾ സിംലു മുടിയൊക്കെ ഒന്ന് കാണിച്ച സിംലുവിനെ ഫ്രഞ്ച് റോൾ എപ്പോഴും കെട്ടിക്കൊടുത്താലേ സമാധാനമുള്ളൂ. കൊച്ചു ചുമ്മാ അഴിച്ചു ചെയ്ത സിമ്പിളായിട്ട് മേക്കപ്പ് ചെയ്ത് ഇഷ്ടപ്പെട്ടപ്പാ. അപ്പോൾ സിംലു വീഡിയോ ഉണ്ടോ? അപ്പോൾ ശരിയല്ല. അപ്പോൾ ഈശ്വരൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവറിന് വന്നാണ്, ഫ്രീ അടിക്കാൻ വന്നതാട്ടോ. പണ്ടുണ്ടായിരുന്ന മുടിയാട്ടോ ഇത് നമ്മൾ തന്നെ നേരത്തെ ചെയ്താൽ അതേ ഒട്ടും ഉള്ളില്ലാത്ത മുടിയായിരുന്നു. ഇപ്പം തല നിറച്ച് കിളുത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ആശാത്തി വിറ്റാമിൻ ഗുളികയൊന്നും കഴിക്കണില്ല കേട്ടോ. ഞാൻ കണ്ട വഴിയെ ചോദിച്ചു. നമുക്കറിയാം നമ്മൾ പറഞ്ഞ എല്ലാം കഴിക്കുന്നവരുടെ മുടിയെ പിടിക്കുമ്പോൾ അറിയാം. ഈ പക്ഷേ ഇതൊക്കെ ചെയ്യേണ്ടെന്നോ, ആഫ്റ്റർ കെയർ ഉണ്ടെന്നോ. കാരണം പിടിച്ചപ്പോൾ നല്ല ഇപ്പോൾ കഴിയേണ്ടി ആണോ, കഴുകി ഡ്രൈകൾ ചെയ്യേണ്ടി ആണോ? ഇപ്പോൾ ഡ്രൈനസ് ഉണ്ടോ അമ്മ? ഡ്രൈനസ് ഇല്ല അല്ലേ? അത്രയില്ല. ഡ്രൈനസ് എങ്ങനെ നമുക്ക് ഡ്രൈനസ് വരില്ല. ആഫ്റ്റർ കെയർ ഷോസ്കോപ്പിൻ്റെ മോയ്സ്ചറൈസറിൻ്റെ ഷാമ്പൂ പിന്നെ സിറം സ്പായ കണ്ടീഷണർ എല്ലാം യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും ഡ്രൈനസ് പുറമെ വരില്ല. പിന്നെ നമ്മൾ എന്നെ പറഞ്ഞാലും നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മൾ വൈറ്റമിൻ D3 ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്യണം. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നു, ഞാൻ ഗുളിക കഴിച്ചുകൊണ്ടിരുന്നു, പക്ഷേ ഞാൻ ടെസ്റ്റ് ചെയ്തില്ല. അപ്പോൾ എനിക്ക് 25 ഉള്ളൂ. അത് ഇങ്ങനെ കുറവാണ്, 30 മിനിമം. അപ്പം നമുക്ക് ആ നീർക്കെട്ട് കയറുന്നത് എനിക്ക് കംപ്ലൈൻറ്റ് ഇപ്പോഴും എനിക്ക് മനസ്സിലായി. നമ്മളത് ശ്രമിക്കണം. ഞാനിപ്പോൾ എന്നും കഴിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇനി ഒരു മാസം കഴിയുമ്പോൾ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യണം. എന്നിട്ട് ഡോക്ടറെ കാണും. ഇതെന്താ അപ്പോൾ അളവ് കൂട്ടി കഴിക്കണമായിരിക്കും. അപ്പോൾ നമ്മളത് നോക്കിയില്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് പോയാൽ എല്ലാ കാര്യവും പോയി. നമ്മുടെ ആരോഗ്യം കൊണ്ട് നമുക്ക് ജീവിക്കണം. നമുക്ക് ആരോഗ്യമില്ലേ നമ്മളെ പിന്നെ ആർക്കും വേണ്ട. അപ്പം നമുക്ക് ആ ആരോഗ്യം കിട്ടാൻ ദൈവം ബുദ്ധിയും ജ്ഞാനവും തന്നിട്ടുണ്ട്. നല്ല ഇലക്കറിയുള്ള ഫുഡ് കഴിക്കുക, രക്തം ഉണ്ടായാൽ തന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാകും. അപ്പോൾ ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടായാൽ അസുഖങ്ങൾ വരില്ല. അസുഖങ്ങൾ വന്നാൽ നീർക്കെട്ടൊക്കെ വന്നാൽ മുടി ഊരും. എനിക്ക് കഴിഞ്ഞ ദിവസം കഴുത്തനക്കാൻ നീർക്കെട്ട് കയറി കുറേ മുടി ഊരി, അല്ലെങ്കിൽ ഒരു മുടി പോലും ഊരുന്നില്ലായിരുന്നു. അപ്പോൾ നീർക്കെട്ട് വരുമ്പോൾ പെട്ടെന്ന് മുടി ഊരും. അങ്ങനെ നമുക്ക് ഒത്തിരി ആരോഗ്യ പ്രോബ്ലം. അപ്പോൾ ഇത് നിങ്ങൾ നോക്കുക, നന്നായിട്ട് മുടിയൊക്കെ ശ്രദ്ധിക്കണം. ഇനി ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി തലേന്ന് കിളുത്ത് വന്നിട്ടുണ്ടെന്നാണ്. മുടി ഒത്തിരി കിളുത്ത് വന്നിട്ടുണ്ട്, നിറച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, നിറച്ച് മുടിയൊക്കെ ഇഷ്ടം പോലെ മുടിയായി. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അതിമനോഹരമായ കാഴ്ച യേശുവിൻ്റെ കൃപയാൽ 4 മണിക്കൂർ കഴിയുമ്പോൾ കാണാം. ഹെയർ മേക്കോർ കഴിഞ്ഞിട്ട് ഈ നോക്കണേ കുറേ വാലൊക്കെ വെട്ടിക്കളയും. ഇപ്പം എല്ലായിടും തിക്നെസ് തോന്നല്ലേ. പക്ഷേ ഈ മുടി നന്നായിട്ട് എനിക്കിങ്ങനെ ഞാൻ വന്നപ്പോൾ ഒന്ന് പറയാം, വിറ്റാമിൻ കുറവ് കൊച്ചിന് ഭയങ്കര D3 ഡെഫിഷ്യൻസി ഉള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറയുമല്ലോ, ഗുളിക കഴിക്കണം കൂടാണ്ട് ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യാൻ, ചിലപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ. അപ്പോൾ നല്ല പൊട്ടലെന്ന് വെച്ചാൽ നല്ല പൊട്ടലായിട്ട് കണ്ടമാനം നല്ല മുടിയാണ്. പണ്ട് ഭയങ്കര തിക്നെസ് ഇല്ലായിരുന്നോ? അങ്ങനെ നമുക്ക് മുടി കാണുമ്പോൾ പറയാം ഭയങ്കര തിക്ക് ഹെയർ ആണെന്ന് കാണുന്നു. അപ്പോൾ നമുക്കിപ്പോൾ തലേന്ന് കിളുത്തുവാൻ ഇവിടെയൊക്കെ നല്ല തിക്കായിട്ടോ, ഇതൊക്കെ നല്ല തിക്കായി. അടിയിൽ പണ്ടുണ്ടായിരുന്ന മുടിയാണ്, അത് കുറേ വെട്ടിക്കളഞ്ഞു. അപ്പോൾ ആരോഗ്യമാട്ടോ നമ്മുടെ മുടിയുടെ, സ്കിന്നിൻ്റെയും കണ്ണിൻ്റെ എല്ലാത്തിൻ്റെയും ഇത് പല്ലും അപ്പോൾ ഒക്കെ വേണ്ടേ. കഴിഞ്ഞ ദിവസമൊക്കെ എൻ്റെ പലാശത്തിൽ എത്ര രൂപ കൊണ്ട് കളഞ്ഞു. അപ്പോൾ ആരോഗ്യം നോക്കിയില്ലെങ്കിൽ കയ്യിൽ നിന്ന് കാശിറങ്ങണേ അറിയില്ല കേട്ടോ. നമുക്ക് ദൈവം തന്നതിനോടൊപ്പം ഭംഗി വരുവോ ഇല്ല. പക്ഷേ നമ്മൾ നന്നായിട്ട് അപ്പോൾ തന്നതിനെ പരിപാലിക്കുക. അത് എങ്ങനെ പരിപാലിക്കണേ? നന്നായിട്ട് ആഹാരം കഴിക്കുക, ഇലക്കറി. ഇപ്പോൾ ഞാൻ എന്നും അടുപ്പിച്ച് ഡൂട്ട് കുടിക്കുക, നാരങ്ങയുടെ ജ്യൂസ്, ആരോഗ്യ പരിപാലനം, ഇലക്കറി ഒക്കെ കഴിക്കാൻ തീരുമാനിച്ചു. എത്ര ദിവസത്തേക്കാന്ന് പറയാൻ മോളെ, യേശു ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇഷ്ടപ്പെട്ട മോളെ, നീ അയച്ച ആരും മുഖം കാണിച്ചിട്ടില്ല. അത് കാരണം അവിടെ എന്നാ റിയാക്ഷൻ ഒന്നും നിനക്കറിയാൻ പാടില്ല. യേശുവേ എനിക്ക് വയ്യ. അപ്പോൾ ശരി എന്നാ. ഈ മോളെ ഹെയർ മേക്ക് ഓവറിന് വന്നാണേ. ഈ മുടി
ഇത് പെർമനന്റ് ബ്ലോഡറിക്ക് അല്ല, അന്നേരം ആൾക്കാർക്ക് ഒറ്റ ചുളു പോലും വേണ്ട, സ്ട്രെയിറ്റ് ആകണം എന്ന് ആഗ്രഹം. പിന്നെ ഇപ്പം എന്ത് ചെയ്യും? അപ്പോൾ ഹെയർ റിലാക്സിങ് ആണ് ചെയ്യാൻ പോണേ. യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമാകുന്ന കാഴ്ച കാണാം കേട്ടോ. ഈ കേളൊക്കെ നിവർന്ന സ്ട്രെയിറ്റ് ആണ്. ശരിക്കും കേളുള്ളവർക്ക് നിവരണം, നിവർന്നവർക്ക് കേളാകണം. കേള് ഇവിടെ പെർമനന്റ് ബ്ലോഡറിക്ക് വരുന്നവർക്ക് ഒരു ചുളു പോലും ഇല്ലാത്തവർക്ക് ചുളു വരുത്തണമെന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. ഇങ്ങനത്തെ മുടി കുറച്ചൊക്കെ പെർമനന്റ് ബ്ലോഡറി കിട്ടും, ലെയറൊക്കെ വെട്ടിയിട്ട് ചെയ്താൽ. അപ്പം പെർമനന്റ് ബ്ലോഡറിക്കാർ ഇങ്ങനത്തെ മുടിക്കാർക്ക് കുറച്ച് ലെയർ ഇതൊക്കെ കിട്ടും. ഈ കൊച്ചിനിപ്പോൾ ഹെയർ റിലാക്സിങ് ചെയ്യാൻ പോണേ. യേശുവിൻ്റെ കൃപയാൽ വെയിറ്റ് ചെയ്യുക 4 മണിക്കൂർ ഈ അതിമനോഹരാവുന്ന കാഴ്ച കാണാം. ഈ മുടിയുടെ തൂക്കം എന്ന് പറയാൻ എണ്ണ കുഴച്ച് ഇങ്ങോട്ട് വന്നേക്കണേ. അപ്പം നമുക്ക് കഴിയുമ്പോഴാണ് പൊട്ടലോ ചീറ്റിലൊക്കെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ റിസൾട്ട് വരുമ്പോൾ പറയാം കേട്ടോ. യേശുവിനെ സ്തോത്രം കഴിയൊക്കെ കണ്ടിട്ട് ശരി എന്നാൽ മക്കളുടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞേ. ഞാൻ പറഞ്ഞില്ലേ പരസ്യത്തിന് വരുന്ന പോലെ ആകുന്ന എന്താ ഭംഗി. ഇത് കണ്ടാൽ നാച്ചുറൽ ഹെയർ ആണെന്നല്ലേ തോന്നുള്ളൂ, ശരിക്കും ട്രീറ്റഡ് ഹെയർ ആണെന്ന് തോന്നുന്നു ഇല്ല, നമ്മൾ പറഞ്ഞറിയിച്ചാലേ അറിയുള്ളൂ. പിന്നെ നേരത്തെ കണ്ടവർക്കൊക്കെ അറിയാം ചെറിയ കേളി ഹെയർ ആണ്. അടിപൊളി മുടി, സൂപ്പർ. മുഖം കാണിക്കില്ല, അല്ലെങ്കിൽ ആ ചേഞ്ച് അറിയാം ഹെയർ മേക്ക് ഓവറിൻ്റെ. ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ ഒട്ടിയിരിക്കും. നമ്മളെപ്പോഴും ഹെയർ ഫങ്ഷനേക്കാളും ഒരാഴ്ചക്ക് മുമ്പ് ചെയ്താൽ നല്ലതാണോ. 2 ആഴ്ച മുമ്പ് ചെയ്താലും കുഴപ്പമില്ല. കാലാവസ്ഥയെക്കാളൊക്കെ നല്ലതാണ്. ഇച്ചിരി നേരത്തെ ചെയ്ത് 2 കഴുക്കൊക്കെ കഴുകി കഴിഞ്ഞിട്ടാകുമ്പോൾ പൊങ്ങുമൊക്കെ ചെയ്ത് ഒളിച്ചില്ല. അപ്പോൾ ഒരാഴ്ച മുമ്പൊക്കെ എനിക്ക് ഒത്തിരി നല്ലതാണ്. ഇനിയിപ്പോൾ പറ്റൂലാത്ത സമയമില്ലാത്തവർക്കൊക്കെ ഇങ്ങനെ കുഴപ്പമില്ല. ഈ കൊച്ചിനെ പള്ളിപ്പെരുന്നാളുണ്ടല്ലേ, എല്ലാവർക്കും പള്ളിപ്പെരുന്നാളല്ലോ. എനിക്ക് വയ്യ. ഭംഗിയിലെ കഴുകിയിട്ടൊന്ന് ചീഞ്ഞ് പോലും കേട്ടോ. അപ്പോൾ കഴുകിയിട്ട് ഡ്രയർ വെച്ചൊന്ന് ഉണക്കിയോളേ. ഇഷ്ടപ്പെട്ട മോളെ? അടിപൊളി എന്നാട്ടോ പറഞ്ഞത്. അങ്ങോട്ട് നോക്കി പറഞ്ഞ ഞാൻ റിപ്പീറ്റ് ചെയ്യണം. പിന്നെ ആഫ്റ്റർ കെയർ യൂസ് ചെയ്യണം. ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ വിറ്റാമിൻ കൂടി കഴിക്കണം. D3 ടെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ കസിൻ വെച്ച് D3 ടെസ്റ്റ് ചെയ്യുമ്പോൾ 3.7 3.8 ഓർത്തു. എന്ത് അപകടത്തിൻ്റെ നിലയിട്ട് നിന്ന് മുടിയൊക്കെ വൈറ്റ് ഹെയർ വന്ന് അതൊക്കെ മാർക്കുള്ളൂ കേട്ടോ. വിറ്റാമിൻ ചിലവ് മാറി. മോക്കടെ അനിയത്തി പണ്ട് ഇവിടെ വന്നപ്പോൾ കംപ്ലീറ്റ് ഹെയർ കൊച്ചു 17 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് ഹെയർ അപ്പടി നരച്ചിട്ട് മൈലാഞ്ചി ഇട്ടൊരു ചുമന്ന ഒരു പ്രത്യേക മോച്ചായി ഭയങ്കര സുന്ദരി കൊച്ചായിരുന്നു. അപ്പം കളർ ചെയ്യണമെന്ന് പറഞ്ഞ് കെണ്ണി ചെയ്യാനാണ് കളർ ചെയ്യാനാണ്. അപ്പം ഞങ്ങൾ പറഞ്ഞു ബ്ലാക്ക് കളർ ചെയ്യാൻ ലോറിയലിൻ്റെ എന്ന് പറഞ്ഞാൽ കൊച്ചിനെ കളർ ചെയ്തു. കളർ ചെയ്തിട്ട് ആ കൊച്ച് കണ്ണാടിയുടെ മുമ്പിൽ ഇത് മാറില്ലായിരുന്നു. ഭയങ്കര രസമാണ് കാണാൻ. മറ്റേ ഹെയറിൽ ഇങ്ങനെ എല്ലാവരും ചോദിക്കൂലേ എന്താണ്. പിന്നെ അത് എപ്പോഴും വരുമായിരുന്നു കേട്ടോ. ഇപ്പം ഈ മോള് വന്നപ്പോൾ ഞാൻ ഇന്നാൾ വന്നപ്പോൾ ഈ മോളോട് ചോദിച്ചു, ആ മോളിപ്പോൾ എന്തെടുക്കണേ, ഇപ്പം ഹെയർ ഒന്നും ചെയ്യാൻ പറ്റില്ല, കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ കല്യാണം കഴിഞ്ഞ് പ്രഗ്നൻ്റ് ആയി, ആ വിറ്റാമിൻ കുടിയൊക്കെ ചെയ്യുന്ന ഡെലിവറി കഴിഞ്ഞ് പിന്നെ നരച്ചിട്ടില്ല. അല്ലപ്പം ഒറ്റ ഹെയർ നരച്ചില്ല, എല്ലാം ബ്ലാക്ക് ആയി. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഒന്ന് ഓർത്ത് നോക്കുക. നമ്മൾ ഈ നരയുടെ പ്രോബ്ലം ഒന്ന് ഓർത്ത് നോക്കുക. ഇപ്പം 2ാമത് പ്രഗ്നൻ്റാന്ന് പറഞ്ഞത്. ആ കൊച്ചിന് ഒരു കംപ്ലൈൻറ്റും ഇല്ല ഇപ്പം ഹെയറിനൊന്നും. അപ്പോൾ വലിയ മഹാത്ഭുതം. കാരണം നിങ്ങളത് കാണാത്ത ഫുൾ വൈറ്റ് ഹെയർ ആയിരുന്നല്ലേ ഇപ്പം, ഫുള്ള് തന്നെ. അപ്പോൾ ഇപ്പം അത് അപ്പടിയും മാറി. അപ്പം നമ്മളത് ശ്രദ്ധിക്കണം. വിറ്റാമിറ്റിയാണ് എപ്പോഴും പറയുന്നത്. നമ്മുടെ ഹെൽത്ത് ഒരു വലിയ അസറ്റാട്ടോ. ഹെൽത്ത് നോക്കുക. അപ്പോൾ മുടിയൊക്കെ ചെയ്യാൻ വേഗം വന്നേരെ. ശരി.